നമ്മുടെ നല്ല വർക്കുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ ഇതിപ്പോൾ ഒരു ധാവണിയുടെ ഇങ്ങനെ ഇതാണ് കേട്ടോ. ധാവണി നമ്മൾ എടുക്കുന്ന ആ ഒരു മോളിലത്തെ ആ ഒരു ഇതാണ്, സാരി പോലെ എടുക്കില്ലേ, അതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനിലൊന്നും ഇടാതെ അല്ലെങ്കിൽ കൈകൊണ്ടൊന്നും വാഷ് ചെയ്യാതെ, എന്നാൽ ഇതിന് ഒരു കേടും സംഭവിക്കാതെ പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ടിപ്സും അതേപോലെ നല്ല കുറേ കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബക്കറ്റിലെ വെള്ളത്തിലോട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടി ചേർക്കുകയാണ്. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം കുറച്ച് നമുക്ക് ഷാമ്പു ഉണ്ടെങ്കിൽ ഷാമ്പു ഇടാം. ഇപ്പം ഞാൻ കുറച്ചേ ഒരു പൗച്ച് കുറച്ചേ ഞാൻ ഷാമ്പു ഇടുന്നുള്ളൂ. വേറെ ഞാൻ ഒരു ലിക്വിഡ് കൂടി ഒഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പു ആണെങ്കിൽ ഷാമ്പു മാത്രം കൂടുതലായിട്ട് ഇട്ടാൽ മതി കേട്ടോ. അതിനുശേഷം കുറച്ച് ലെമൺ കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. ഒരു അര ലെമനോ അല്ലെങ്കിൽ ഒരു തുണി എത്ര ഉണ്ടോ അതിന് മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലെമൺ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഞാൻ ഇതിനകത്തോട്ട് കുറച്ചൊരു ഞാൻ വാഷ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഉണ്ട്, അതുകൂടി ഒഴിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, ഇതൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഷാമ്പു നല്ല രീതിയിൽ ഇട്ടാൽ മതി. ഞാനൊരു മണത്തിന് വേണ്ടി കുറച്ച് മാത്രമേ ഷാമ്പു എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. SA8 എന്ന് പറയും, നല്ലൊരു ലിക്വിഡാണ്. അപ്പോൾ ആ ഒരു ലിക്വിഡൊന്നും ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഷാമ്പു മാത്രമേ ഒഴിക്കേണ്ട കാര്യമുള്ളൂ. അതിനുശേഷം ഇതൊന്നെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഏതാണോ തുണികളുള്ളത് അതിനുശേഷം നമ്മൾ ഈ ഒരു തുണി എല്ലാം കൂടെ ഇതിനകത്തൊന്ന് മുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കളറ് പോണ തുണികളാണെങ്കിൽ ഒരുമിച്ചിടാതിരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കി വെക്കുകയേ വേണ്ടുള്ളൂ. അതിനുശേഷം നമുക്ക് എടുത്തത് അപ്പം തന്നെ നമുക്ക് വെറുതെ ഒലുമ്പി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സോഡാപ്പൊടിയും ലെമനും അതേപോലെ നമ്മൾ ഷാമ്പുവും എല്ലാം കൂടി ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മൾ ഉരച്ച് പിടിച്ച് കഴുകേണ്ട ആവശ്യമില്ല. വാഷിംഗ് മെഷീനിൽ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്വിക്ക് വാഷിൽ പോലും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മുക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ മുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2 പ്രാവശ്യം നല്ല വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഒലുമ്പി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരിയിടാം കേട്ടോ. അപ്പോൾ ഇത്രയും ആവശ്യമേ ഉള്ളൂ. നമ്മൾ ഇട്ട് കൈ വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചെടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് വെറുതെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒലുമ്പി ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അതിനുശേഷം നമ്മളിതാ ജസ്റ്റ് ഒന്ന് തണലത്ത് തോരിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനത്തെയൊക്കെ തുണികൾ, വർക്കുള്ള തുണികളും സെറ്റ് സാരിയും ധാവണിയും എല്ലാം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ഗ്ലാസ് ഒക്കെ വെക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ വെക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സ്ക്രാച്ച് വരാനായിട്ട് നല്ലൊരു ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിലും ശരി. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ പേപ്പർ ഗ്ലാസ്സില്ലേ, അപ്പോൾ ഇത് മുകളിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ അതിൻ്റെ മുകളിൽ വേറെ ഗ്ലാസ് വെക്കുക. അതേപോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് പിന്നീട് നമ്മൾ വെക്കുന്നത് ഒരു കണ്ടെയ്നറിലോ എന്തിലേലും ഇങ്ങനെ കടത്തി വെക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്നും യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ മതി. അതല്ല ഇങ്ങനെ നിർത്തി വെക്കുകയാണ് ഒരു കണ്ടെയ്നറിൽ എന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊട്ടും സ്ക്രാച്ച് ഒന്നും വരാതെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ചില്ലിൻ്റെ ഒക്കെ ഏതെങ്കിലും പാത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടൂല അല്ലേ. 2 എണ്ണം ഇങ്ങനെ ലോക്ക് ആയി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതേപോലെ നമ്മളൊന്ന് കൗണ്ടർ ടോപ്പിൽ വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ ഉരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ വല്ലാതെ അമർത്തിയിട്ട് നമ്മളിതിങ്ങനെ ചെയ്യരുത്. അപ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഇങ്ങനെ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ടോ ഇപ്പം ഇങ്ങനെ പോന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊട്ടുമില്ല, എന്നാൽ വൃത്തിയായിട്ട് ഇത് ഗ്ലാസ്സുകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടിപ്സ് എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ചായയൊക്കെ കുടിക്കാനായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ്, നമുക്കത് പിടിച്ച് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ അങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിലോട്ട് ഒന്നിങ്ങനെ പിടിക്കാം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് വേറൊരു ഗ്ലാസ്സിൽ ഇതേപോലെ ഇങ്ങനെ ഇട്ട് വെക്കാം. ഇതാ, അപ്പൊ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴുള്ള ഗുണം എന്താ പറഞ്ഞാൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഇതിനോട്ട് താഴോട്ട് പോവില്ല. അപ്പൊ നമുക്ക് കുടിക്കാനായിട്ടുള്ള ആ ഒരു സ്പേസും കിട്ടും. ഇതില് നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ചായ കുടിക്കുകയും ചെയ്യാം. ചായ എന്നല്ല, പായസമോ എന്ത് കാര്യം നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ ഇങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ചെറിയൊരു കാർഡ്ബോർഡിന്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്തിൻ്റെങ്കിലും ഒരു അതത്ര പോകുന്ന ഒരു പീസിന്റെ ആവശ്യമുള്ളൂ. ബുക്കിന്റെ ഒരു അട്ടയാലും മതി കേട്ടോ. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു കാര്യം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഇങ്ങനെ മടക്കാനായിട്ട്, നമ്മളിത് എത്ര ചെറിയ കുട്ടികൾക്കും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതാ ഈ ഒരു ടീഷർട്ടിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മുകളിലായിട്ട് തന്നെ വെക്കുക. അതിനുശേഷം നമ്മളിതാ ടീഷർട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അവിടുന്ന് ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക. ഇത്രേ വേണ്ടുള്ളൂ. ഈ ഒരു കാര്യം ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതാ പുറകുന്ന് ഇങ്ങനെ മടക്കുക, തിരിച്ച് ഇങ്ങോട്ടും മടക്കുക. ഈ ഒരു അട്ടയില്ലേ, ഇത് നമ്മൾ എടുക്കുക, തിരിച്ചു വെച്ചാൽ ടീഷർട്ട് മടങ്ങി. ഇത്രയേ ഉള്ളൂ. ഏത് ഡ്രസ്സും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഏതൊരു ഡ്രസ്സും കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുവാണെങ്കിലും ശരി, നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു വഴിയുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലാസ്ക് എടുക്കുക, അതിലോട്ട് കുറച്ച് നമ്മൾ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ, ഇപ്പോൾ 2 വേണമെങ്കിൽ അത്ര, അല്ലെങ്കിൽ 3 വേണമെങ്കിൽ അത്രയും നമ്മൾ മുട്ട എടുത്തിട്ട് ഈ ഒരു ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളമുള്ളത് കൊണ്ട് തന്നെ മുട്ട താഴെ വീണ് പൊട്ടില്ല കേട്ടോ. അതിനുശേഷം വീണ്ടും ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് അടച്ചു വെക്കുക. അതിനുശേഷം ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കൈ പൊള്ളാതെ എടുക്കണം കേട്ടോ. നമ്മുടെ എഗ്ഗ് എല്ലാം ബോയിൽ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ല വേവിച്ചിട്ടുള്ള ആ ഒരു മുട്ട, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ്ഗ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഇത് മാത്രം കഴിക്കാമെന്നായിരിക്കും അല്ലേ, വഴിയുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു പഴം കൂടെ കരുതിയാൽ മതി. കൂടെ നമുക്ക് കാഷ്യൂനട്ടും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ചിലപ്പോൾ ഒരു ഇങ്ങനെ തുണികളിൽ ഇങ്ങനെ സ്റ്റക്കാവും. ഒരു അയൺ ചെയ്യാൻ ഒരു പിടുത്തം ഉണ്ടാവില്ലേ, ചിലപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ അയൺ ചെയ്യാൻ ഒന്നിങ്ങനെ സ്റ്റക്കായി നിൽക്കില്ലേ, അത് കിട്ടാൻ ഒരു പാടല്ലേ. അയൺ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന ആ ഒരു സമയത്ത് ഇത് ചെറിയൊരു ഇളം ചൂടിൽ കേട്ടോ, വല്ലാതെ ചൂടിലല്ല, ചെറിയൊരു ചൂടിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൽ നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ ആ ഒരു തുണിയിലൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ പിടിച്ചിങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ, ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും. നമ്മുടെ തുണിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റക്കാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും. നേരാവണ്ണം നമുക്കിത് അയൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിലുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.